പ്രിയപ്പെട്ടവരെ, ശ്രീകുമാർ ഈ വിഷയത്തെക്കുറിച്ചൊരു സംസാരിക്കണമെന്നത് ഞാൻ ആദ്യം സംശയിച്ചത് ശ്രീകുമാർ ഈ പരിപാടി നടത്തുന്നതിലെ ഒരു തെറ്റായ തീരുമാനമായിരിക്കും എന്നെ വിളിച്ചത് എന്നാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാരണം ഇപ്പോഴും കരുതുന്നു, ഞാൻ ഒരു 10ാം ക്ലാസ്സിന് ശേഷം ഇതുവരെ മലയാളത്തിൽ പ്രത്യേകിച്ചൊന്നും പഠിക്കുകയോ പരീക്ഷ എഴുതുകയോ ചെയ്തിട്ടില്ല. മറിച്ച് നമ്മുടെ സംസാര ഭാഷയിലൂടെയുള്ള ചെറിയ വായന അപ്പം അതിലൊരു ലക്ഷ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. എന്തുകൊണ്ടാണ് രാഷ്ട്രം തന്ത്രം, ഈ പൊളിറ്റിക്കൽ സയൻസിന് തന്നെ ഒരു പദാവലി ഇല്ല. രാഷ്ട്രതന്ത്രം, രാഷ്ട്രമീമാംസാ ശാസ്ത്രം, രാഷ്ട്രീയ ശാസ്ത്രം, ഇങ്ങനെയൊക്കെയുള്ള പദാവലികളാണ്. അതിനെക്കുറിച്ച് നമ്മുടെ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഒരു പുസ്തകം, ടെക്നിക്കൽ ടേംസിൻ്റെ പുസ്തകമുണ്ട്. അതിൻ്റെ അത് തർക്കമൊന്നുമില്ല. മിക്കവാറും ടേംസ് എല്ലാം അതിൽ അത്യാവശ്യം കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം കൈകാര്യം ചെയ്യുന്ന ഞാൻ എങ്ങനെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത്, സമൂഹത്തോട് സംസാരിക്കുന്നത്? പിന്നെ അദ്ദേഹം എന്നെ വിളിക്കാനുള്ള കാര്യം, ഞാനൊരു 10-200 ലേഖനങ്ങൾ ഈ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട് മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അത് കൂടുതലും വിദേശകാര്യങ്ങളും രാജ്യാന്തര ബന്ധങ്ങളുമാണ്. ചിലതൊക്കെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. അതാണ് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുള്ളത് കൊണ്ട് എന്നെ വിളിച്ചതാണ്. ബാക്കി ലേഖനങ്ങളൊക്കെ ഈ സ്കോപ്പസ് ഇൻഡസ് എന്നൊക്കെ പറഞ്ഞ ആ രീതിയിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ശ്രീകുമാറിനോട് പറഞ്ഞത്, നിങ്ങളൊരു തെറ്റായ തീരുമാനമായിരിക്കാം, പക്ഷേ ആ തീരുമാനത്തിൽ എൻ്റെ പോരായ്മകളും പരിമിതികളുമൊക്കെ ചിലപ്പോൾ ഇതിന് പ്രയോജനപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നത്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന പദങ്ങളിലും ഞാൻ പ്രയോഗിക്കുന്ന വാക്കുകളിലുമൊക്കെ എന്താണോ തനതായിട്ടുള്ളത് എന്ന്, ചിലപ്പോൾ ഉള്ളത് എന്താണെന്നും ഇല്ലാത്തത് എന്താണെന്നും തിരിച്ചറിയുമ്പോൾ അതിൽ ചില ബോധ്യങ്ങളും ചില ആശയങ്ങളും ചില അറിവുകളും കിട്ടാൻ ഈ സമിതിക്കും ഈ വർക്ക്ഷോപ്പിൽ പങ്കെടുക്കുന്നവർക്കും ചിലപ്പം കാരണമാകും. ഞാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉദ്ദേശിച്ച് പറയുന്നത് കൊണ്ടായിരിക്കില്ല. ഇതിൽ ഒന്നാമത്തെ ചോദ്യം ശ്രീകുമാർ അയച്ചിരുന്നത്, മലയാള ഭാഷയെ ആധുനിക വൈജ്ഞാനിക വിനിമയത്തിനായി ഉപയോഗിക്കുന്നതിലെ പ്രധാന തടസ്സങ്ങൾ എന്തൊക്കെയാണ്? അതിൽ തന്നെ എനിക്കൊരു വൈരുദ്ധ്യമുണ്ട്. കാരണം കേരളത്തിൽ നമുക്കൊരു ആധുനിക വൈജ്ഞാനിക പദ്ധതിയോ വിജ്ഞാനമോ ഉണ്ടോ? കേരളത്തിൻ്റേതായിട്ടുള്ള ഒന്നുണ്ടോ? എനിക്കിത് ഞാൻ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുന്നത് കൊണ്ട് എനിക്കിത് കൂടുതൽ പ്രസക്തമാണ്. കാരണം രാഷ്ട്രമീമാംസാ ശാസ്ത്രത്തിൽ, അത് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതാണ്, ഒരു കമ്മ്യൂണിക്കേഷൻ എളുപ്പമായതുകൊണ്ട് അതിൽ എന്താണ് കേരളത്തിലുള്ള അതിന് നമുക്കൊരു വിജ്ഞാന പദ്ധതി ഉണ്ടായിരുന്നു? എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. ലോകത്തിന്ന് നമ്മൾ കാണുന്ന എല്ലാ രാഷ്ട്രങ്ങളുടെയും ഉറവിടം യൂറോപ്യൻ വിജ്ഞാന പദ്ധതിയിൽ നിന്നുണ്ടായിട്ടുള്ള രാഷ്ട്രസങ്കല്പമാണ്. അപ്പോൾ ആ രാഷ്ട്രസങ്കല്പമാണ് ലോകത്തുള്ള ഐക്യരാഷ്ട്രസഭയുടെ 200ഓളം അല്ലെങ്കിൽ 192, 193, 200 അതിൽ പല രാജ്യങ്ങളല്ലാതെ ഉണ്ട്. അതിൻ്റെ എല്ലാം ഘടനയിൽ ഇത് വളരെ പ്രസക്തമാണ്. അപ്പോൾ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ അതൊരു വിജ്ഞാന ശാഖയായി തിയററ്റിക്കലിയൊക്കെ ഒരുപാട് സംഭാവനകൾ വന്നിട്ടുള്ളൊരു ശാഖ തന്നെയാണ് രാഷ്ട്രതന്ത്രം. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രം ഉണ്ടായി വന്നത് ഒരു യൂറോപ്യൻ ആധുനിക കാലത്തിൽ. അതിനു മുമ്പ് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരിക്കും. ഇന്ത്യയുടേതായ സങ്കല്പങ്ങളുണ്ടായ വേദസങ്കല്പങ്ങൾ, നമ്മുടെ വില്ലേജ് റിപ്പബ്ലിക്കുകൾ, പഞ്ചായത്തിന് സമാനമായിട്ടുള്ള മറ്റു രാഷ്ട്രസങ്കല്പം, ഇപ്പോഴത്തെ കാപ്പ് പഞ്ചായത്ത്, അങ്ങനെയുള്ള ഒരുപാട് സങ്കല്പങ്ങൾ നമുക്കുണ്ട്. പക്ഷേ അതെല്ലാം നമ്മുടെ ഇന്നത്തെ ഭരണരീതി എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി നമ്മൾ തിരിച്ചറിയേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കതിലൊരു ആധുനിക വിജ്ഞാന പദ്ധതി ഉണ്ടോ? സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇന്ത്യയിൽ നിന്നുള്ള ഏത് സിദ്ധാന്തമാണ് രാഷ്ട്രമീമാംസാ ശാസ്ത്രത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ഇന്ത്യൻ പൊളിറ്റിക്കൽ തിയറി എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നത് വളരെ പെരിഫറലായിട്ടുള്ള ഒരു മേഖലയിൽ മാത്രമേ അതുള്ളൂ. അല്ലാതെ ഞാൻ പഠിക്കുന്ന പ്രധാന സിദ്ധാന്തങ്ങളിൽ ഇതെവിടെയുമില്ല. നമ്മുടെ ഇവിടെ കേരള പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനം തന്നെ അടുത്ത സമയത്താണ് കേരള യൂണിവേഴ്സിറ്റിയുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യൻ പൊളിറ്റിക്കൽ തിയറിയും ഇവിടെ നടക്കുന്ന മിക്കവാറുമുള്ള എം.എൻ. റോയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആൾക്കാരുടെ സിദ്ധാന്തങ്ങളൊക്കെ വളരെ കുറച്ച് മാത്രമേ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിൽ പോലും ചോദിക്കാറുള്ളൂ, UGCയുടെ പരീക്ഷയിൽ പോലും ചോദിക്കാറുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളപ്പം ഈ ചോദ്യം തന്നെ എനിക്കൊരു പ്രശ്നമാണ്. നമ്മൾ എന്ത് ആധുനിക വിജ്ഞാനമാണ് മലയാളത്തിൽ നമുക്ക് ആധുനിക വിജ്ഞാനം ഇല്ലല്ലോ, രാഷ്ട്രതന്ത്രത്തിലില്ല. മറ്റു സാമൂഹ്യ ശാസ്ത്രങ്ങളിൽ എൻ്റെ അഭിപ്രായത്തിൽ സാമൂഹ്യമായ ഒരുപാട് കാര്യങ്ങളും സ്പേസുകളും ചർച്ചകളും സംവിധാനങ്ങളും ഒക്കെ നമുക്കുണ്ടെങ്കിലും വളരെ കുറച്ച് മാത്രമേ നമ്മുടെ വിജ്ഞാന സംബന്ധമായിട്ട് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നുള്ളൂ.
അപ്പോൾ നമ്മുടേതായിട്ടുള്ളൊരു വിജ്ഞാന സമ്പത്ത് സാറ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ അറിവിലും പരിശീലനത്തിലും ബോധ്യങ്ങളിലൂടെ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ട് അതിലാണോ പദാവലി ഉണ്ടാക്കേണ്ടത്, അതോ മറ്റേതെങ്കിലും ഒരു സാമൂഹിക സംവിധാനത്തിൽ രാഷ്ട്രീയ സംവിധാനത്തിൽ ഉണ്ടായ വിജ്ഞാനത്തിലാണോ നമ്മൾ പദാവലി ഉണ്ടാക്കേണ്ടത്? ഇന്നിപ്പോൾ നമ്മൾ റിപ്പബ്ലിക്ക് തർജ്ജിമ ചെയ്യാൻ പോകുന്നു. അതാരുടെയാണ്? റിപ്പബ്ലിക്ക് നമ്മുടെ സാംസ്കാരിക പശ്ചാത്തലവുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രം എന്ന് പറയുന്ന നമ്മളിന്ന് കാണുന്ന സങ്കല്പത്തിന് എന്ത് ബന്ധമാണുള്ളത്? അത് യൂറോപ്പിൽ 16-ാം നൂറ്റാണ്ടിൽ 17-ാം നൂറ്റാണ്ടിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാവോ രാഷ്ട്രത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ആരാണെന്നറിയാമോ? ആരാണ് ആധുനിക രാഷ്ട്രത്തിൻ്റെ പിതാവെന്ന് നമ്മൾ കണക്കാക്കുന്നയാൾ? ഒരു ബിഷപ്പാണ്. ഫ്രാൻസിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന, അവിടെ ഈ 30 years വാർ നടക്കുന്ന സമയത്ത് വിദേശകാര്യമന്ത്രിയായിരുന്ന ബിഷപ്പ് എന്ന് പറഞ്ഞാൽ കർദിനാളാണ്. കാർഡിനൽ റിച്ച്ലിയോ ആണ് ഫാദർ ഓഫ് മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റം. ആ സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ആ സ്റ്റേറ്റ് ഉണ്ടായി വന്നത് എങ്ങനെയാണ്? ഉണ്ടായി വന്നിരുന്നതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നതിൽ അവിടെ ഒരു വിജ്ഞാനം രൂപപ്പെട്ടത് കൊണ്ടാണ്. കാരണം പോപ്പിൻ്റെ അധികാരം ഞങ്ങളുടെ രാഷ്ട്രത്തിൽ വേണ്ട, ഞങ്ങൾക്ക് തനതായിട്ടുള്ളൊരു സംഭവം വേണം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അന്ന് ഹോളി റോമൻ എംപയർ ആയിരുന്നു ഈ ക്രിസ്ത്യാനിറ്റിയുടെ പേരിൽ യൂറോപ്പ് മൊത്തം മേധാവിത്വത്തിൽ ഭരിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഭരണത്തിൽ പ്രധാന പങ്ക് ജർമ്മൻ ഹാബ്സ്ബർഗ് ഡൈനാസ്റ്റിക്കായിരുന്നു. ഈ ഡൈനാസ്റ്റിയുടെ മേധാവിത്വം ഫ്രാൻസിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ബിഷപ്പിന് അല്ലെങ്കിൽ കാർഡിനാളിന് ഇത് ഇല്ലാതാക്കണം. അപ്പോൾ ഞങ്ങളുടെ രാഷ്ട്രത്തിന് പ്രാധാന്യം കിട്ടണം, ഫ്രാൻസിൻ്റെ തനതായിട്ടുള്ള വംശത്തിനും ആശയങ്ങൾക്കും പ്രാധാന്യം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നതാണ് രാഷ്ട്രങ്ങൾക്ക് പരമാധികാരം എന്നുള്ള സിദ്ധാന്തം. ഇന്ന് പരമാധികാരം എന്ന് പറയുന്നത് വലിയ രീതിയിലൊരു വിജ്ഞാന ശാഖയാണ്. സോവറിനിറ്റി എന്ന് നമ്മൾ പറയുന്നത്, രാഷ്ട്രത്തിൻ്റെ പരമാധികാരം നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് തന്നെയാണ്. ആ പരമാധികാരമാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഈ പരമാധികാരത്തെ എഴുതി വെച്ചിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടൊരു വാചകമുണ്ട്: മാൻ ഈസ് ഇമ്മോർട്ടൽ, സ്റ്റേറ്റ് ഈസ് മോർട്ടൽ. രാഷ്ട്രമില്ലാതാകും, മനുഷ്യന് അവൻ്റെ രക്ഷ പരലോകത്താണ്. കർദിനാലാണല്ലോ, പരലോക ജീവിതത്തെക്കുറിച്ച് ധാരണയുണ്ട്. എന്നാൽ രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നേടണമെങ്കിൽ അവിടുന്ന് ഇവിടെ നേടണം. അതുകൊണ്ട് എൻ്റെ രാഷ്ട്രത്തിൻ്റെ പരമാധികാരം എനിക്ക് പ്രസക്തമാണ് എന്ന് പറഞ്ഞ് രൂപീകരിച്ച രാഷ്ട്രത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രമാകുമ്പോൾ അതിന് പരമപ്രധാനമായി പരമാധികാരം വേണമെന്നും അതിനൊരു ഭരണഘടന വേണമെന്നും അവിടെ ഒരു കൂട്ടം ജനങ്ങളുണ്ടാകുമെന്നും അതിനൊരു ടെറിട്ടറി ഉണ്ടെന്നും ഉണ്ടായി വന്ന രാഷ്ട്രം യൂറോപ്പിൽ പ്രാബല്യത്തിൽ വരികയും അവർ മറ്റ് രാജ്യങ്ങളെ കോളനിവൽക്കരിച്ചപ്പോൾ അത് ലോകത്തെല്ലായിടത്തും ഇന്ന് എല്ലാ രാഷ്ട്രങ്ങളുടെയും, ചൈനയുടെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും, ഏത് ഡിക്റ്റേറ്ററുടെ ആണെങ്കിലും ജനാധിപത്യത്തിൻ്റെ ആണെങ്കിലും രാഷ്ട്രത്തിൻ്റെ പരമപ്രധാനമായിട്ടുള്ള സ്വഭാവം എന്ന് പറയുന്നത് പരമാധികാരമാണ്. ഈ പരമാധികാര സങ്കല്പവുമായി നമുക്കെന്ത് ബന്ധമാണ് കേരളീയ വിജ്ഞാനത്തിനുള്ളത്? ഇനി അതിൻ്റെ ഒരുപാട് പദാവലികളുണ്ട്. അവിടെ നിന്നാണ് ഈ സെക്യുലറിസം എന്ന് പറയുന്ന പദം വരെ ഉണ്ടാകുന്നത്. സെക്യുലറിസം എന്തുകൊണ്ട് രാഷ്ട്രവും മതവും രണ്ടാണ് എന്ന് യൂറോപ്പിൽ പറയാനുള്ള കാരണം, ഹോളി റോമൻ എംപയർ മതപരമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഫ്രാൻസിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ്. മതത്തെ മാറ്റി നിർത്തിയാൽ മാത്രമേ പോപ്പിൻ്റെ അധികാരം ഞങ്ങളുടെ രാജ്യത്തുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാക്കി മാറ്റുന്നത്. അങ്ങനെ യൂറോപ്യൻ സെക്യുലറിസം റിനൈസൻസിൻ്റെ കൂടെ ഭാഗമായി അവിടെ രൂപപ്പെടുകയാണ്. അപ്പോൾ അവിടെ സ്റ്റേറ്റും മതവും രണ്ടായി. എന്നാൽ നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിലൊരു പ്രധാന സങ്കല്പമാണ് സെക്യുലറിസം, മതേതരത്വം. നമ്മുടെ ഇവിടെ മതേതരത്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ധാർമ്മികയുടെ ഒരു വലിയ ഉറവിടമാണ്. മതം എന്ന് പറയുന്നത് ധർമ്മം കൂടിയാണ് നമ്മുടെ ഇവിടെ. ഇനി ഈ ധർമ്മത്തെ നമ്മളങ്ങനെ ഒരു പദസൂചികകൾ കൊണ്ട് ഇവിടുത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ സാറ് സൂചിപ്പിച്ചതുപോലെ അതിനെ തിയറൈസ് ചെയ്യണമെങ്കിൽ, അതൊരു ശീലമായി മാറണമെങ്കിൽ ഇവിടെ അങ്ങോട്ട് നമ്മളൊരു ടെക്നിക്കൽ ടേം കൊണ്ട് തർജ്ജിമ ചെയ്താൽ അത് എത്രമാത്രം അതിൻ്റെ അർത്ഥത്തെ അല്ലെങ്കിൽ അതിനെ എത്രമാത്രം നമ്മളൊരു ഒരു വിദേശ വൈജ്ഞാനിക ശാഖയെ നമ്മൾ തർജ്ജിമ ചെയ്ത് ഇവിടെ സൂക്ഷിക്കുകയും അത് പരിപാലിക്കുകയും ശ്രമിക്കുകയും ചെയ്യുകയല്ലേ എന്നുള്ളൊരു സന്ദേഹമുണ്ട്. അപ്പോൾ നമുക്ക് തനതായ സാംസ്കാരിക പരിജ്ഞാനം അല്ലെങ്കിൽ ഒരു വിജ്ഞാനം നമുക്കുണ്ടാകുകയും അത് നഷ്ടപ്പെട്ടു പോയതിനെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിക്കുകയാണോ, പരിഷ്കരിക്കാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ സമൂഹം, അത് രാഷ്ട്രതന്ത്രമല്ല ഏത് സാമൂഹ്യശാസ്ത്രവുമാകട്ടെ, ആയിരിക്കുന്നതിനെ നമ്മൾ പുനർസൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണോ, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യത്തോടുകൂടി ഇവിടെ വന്ന ഒരു വൈജ്ഞാനിക ശാഖ ഇന്ന് ലോകത്ത് മൊത്തം വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് അതിനെ നമ്മുടെ ഭാഗമായി മാറ്റുവാൻ ശ്രമിക്കുകയാണോ? ഈ പദാവലി ഉണ്ടാക്കുന്നത് എളുപ്പമാണ്. സാറ് തന്നെ ഏതിനും നമുക്ക് ഇപ്പം ടെലസ്കോപ്പ് ആണെങ്കിൽ സ്വന്തമായി നമ്മളോട് ഏറ്റവും റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ്. ടെലസ്കോപ്പ് നമുക്ക് എന്താണ്? ദൂരദർശിനി ഉണ്ട്.
അപ്പോൾ ഈ പദാവലി ഉണ്ടാക്കുന്നത് ഒരു പ്രശ്നമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ തന്നെ അത്യാവശ്യം പൊളിറ്റിക്സിലെ എല്ലാ ടീമിനും റിപ്പബ്ലിക്, ജനായത്ത ഭരണം, ജനാധിപത്യ ഭരണം, അങ്ങനെ പലതുണ്ട്. പക്ഷേ അത് ബൈ ആൻഡ് ലാർജ് ആ മീനിങ്ങിനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കൂടി ഈ വർക്ക്ഷോപ്പിൻ്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടെന്നുള്ളത് ഞാൻ ആദ്യമായി സൂചിപ്പിക്കട്ടെ. ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ്. പദാവലി ഒരു സാങ്കേതിക വർക്ക്ഷോപ്പിൽ രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതാണ്, ശരിയല്ലേ? പദാവലി കുറച്ചുണ്ടാക്കണമെങ്കിൽ ഏത് വാക്കിനും യൂറോപ്യൻ പദങ്ങൾക്ക്, ഇംഗ്ലീഷിന് അല്ലെങ്കിൽ വേറൊരു ഭാഷയ്ക്ക് പദാവലി നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അതിനെന്താണ് പ്രശ്നം? ആ അല്ല, ഞാൻ ചോദിക്കട്ടെ, വൈദേശികമായിട്ടുള്ള നമുക്ക് പരിചിതമല്ലാത്ത ഒരാശയം നമ്മളിവിടെ കുറേ കാലം പ്രാക്ടീസ് ചെയ്ത് അത് നമ്മുടേതാക്കി മാറ്റാം, അല്ലെങ്കിൽ അതിന് തനതായിട്ടുള്ള വകഭേദങ്ങൾ വരുത്തി കൊണ്ടുവരാം. പക്ഷേ അപ്പോഴും നമുക്ക് ഇത് ഫോറിൻ എന്നുള്ളൊരു സംഭവം അതിലുണ്ടാകും, ഒരു വൈദേശികമായിട്ടുള്ളൊരു സംഭവം ഉണ്ടാകും. അത് നമ്മുടെ അനുഭവജ്ഞാനത്തിൻ്റെ, ഇപ്പം നമ്മുടെ ജനാധിപത്യം വലിയതാണെന്ന് പറയുന്നു, നമ്മുടെ ഭരണഘടന പറയുന്നു. അതിൽ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഭരണഘടന പറയുന്നു എല്ലാവരും തുല്യരാണെന്ന്, നമ്മുടെ സമൂഹം പറയുന്നു ഞങ്ങൾ തുല്യരല്ല. അത് നമ്മൾ തുല്യ, ഭരണഘടന എഴുതി വെച്ചിട്ടുണ്ട് ഓൾ ആർ ഈക്വൽ, എല്ലാവർക്കും നീതിയുണ്ട്, എല്ലാവർക്കും സമത്വമുണ്ട്. ഇവിടെ ആരാ അതില്ലാന്ന് പറയുന്ന ആരാ? സമത്വം ഇല്ലയെന്ന് പറയുന്ന ആരാണ്? നമ്മുടെ ജനങ്ങളാണ്. കാരണം ഇത് അവർ കണ്ട സമത്വം അല്ല നമ്മുടെ ഇവിടുത്തെ സമത്വം എന്ന് പറയുന്നത്. അപ്പോൾ അത് സമത്വം, ഇക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമത്വമാണ് എന്ന് എഴുതി വെച്ചതുകൊണ്ട് നമ്മുടെ ഒരു തനതായ വിജ്ഞാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു മനസ്സിലാക്കലായി, ഒരു ബോധ്യമായി, ഒരു തിരിച്ചറിവായി അത് മാറുമോ? ആ ആ സാർ, അത് ശരിയാണ്. പക്ഷേ ഇന്ന് നമ്മളിരിക്കുന്ന ഭരണക്രമം, രാഷ്ട്രം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ വിജ്ഞാനത്തിലൂന്നിയ രാഷ്ട്രമല്ല. നമ്മുടെ രാഷ്ട്രം വേറെയാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രം വേറെയാണ്. ആ രാഷ്ട്രത്തിൽ നമ്മൾ യൂറോപ്പിലെ തുല്യത കൊണ്ടുവന്ന് പറഞ്ഞാൽ സാറ് പറയുന്ന വെൽഫെയർ വരണമെന്നില്ല. അവിടെ വിവിധ ശ്രേണികളിൽ, ആ വ്യത്യസ്ത തലങ്ങളിൽ അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ അത് നമുക്ക് തുല്യതയായിരുന്നു. പക്ഷേ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം തുല്യത എന്ന് പറയുന്നത് ഒരു മാത്തമാറ്റിക്കൽ ഇക്വാളിറ്റി കൂടിയാണ്. അത് നമുക്ക് എത്രമാത്രം പ്രാവർത്തികമാക്കുവാൻ കഴിയും? അത് നമ്മുടെ ഡിവിഷൻ ഓഫ് ലേബറിൽ ഒരു പരിധിവരെ സമത്വം ഉണ്ടായിരുന്നു. എല്ലാവരും തുല്യരാണ് എന്ന് പറയുന്നത് അസ്വാഭാവികമായ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു തനതായിട്ടുള്ള ഒരു സമ്പ്രദായത്തിൽ, ഒരു വിജ്ഞാന പദ്ധതിയിൽ അധിഷ്ഠാനപ്പെടുത്തിയിട്ടല്ല നമ്മൾ പദാവലികൾ ഉണ്ടാക്കുന്നതെങ്കിൽ ആ പദാവലികൾ വീണ്ടും നമ്മൾ കൊളോണിയൽ വിജ്ഞാന പദ്ധതിയെ സപ്ലിമെൻ്റ് ചെയ്യുകയേ ഉള്ളൂ എന്ന വാദം ഞാൻ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിൽ മാത്രമല്ല. ഇനി ലിബറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് 5-6 വിവർത്തനങ്ങളുണ്ട്. വ്യക്തിയുടെ സ്വാതന്ത്ര്യം, ഒരു ലിബറൽ മാർക്കറ്റ് ഇക്കോണമി, വ്യാപാര സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യവാദം. അതിന് മലയാളം മിതവാദം എന്നാണ്. എന്താണ് മിതവാദം? അധികാരത്തിന് മിതത്വം ഏർപ്പെടുത്തുന്നത്, രാഷ്ട്രത്തിന് മിതത്വം ഏർപ്പെടുത്തുന്നത്, വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നത്. വ്യക്തിക്ക് സ്വാതന്ത്ര്യം കൊടുക്കണമെങ്കിൽ രാഷ്ട്രത്തിൻ്റെ അധികാരത്തിൽ മിതത്വം വരണം, അല്ലാതെ വ്യക്തിക്ക് സ്വാതന്ത്ര്യം കിട്ടില്ല. കാരണം സ്റ്റേറ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് വയലേറ്റർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എല്ലാ കാലഘട്ടത്തിലും. അപ്പം അങ്ങനെയാണത്. രാഷ്ട്രമാണ് ഏറ്റവും വലിയ അധികാര കേന്ദ്രം. അപ്പോൾ അവരുടെ അധികാരത്തിൽ നിന്നുള്ള വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അത് ഒരു മിതവാദ പദ്ധതിയാണോ? ഈ പദ്ധതികൾ വ്യാപാരത്തിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്, വ്യക്തിക്കുണ്ട്, കുടുംബ ബന്ധങ്ങളിലുണ്ട്. ഇതിലേതാണ് നമ്മുടെ സ്വാതന്ത്ര്യം? സോ വാട്ട് ഈസ് ലിബറലിസം? ലിബറലിസത്തിന് മിതവാദം എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ പദം എഴുതി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന പദ്ധതിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക. അപ്പം അങ്ങനെ അത് സാർ പറഞ്ഞു, നമ്മൾ പല പദങ്ങൾ പല കാലഘട്ടങ്ങളിൽ ഉപയോഗിച്ച് അതിന് പല അർത്ഥതലങ്ങൾ വരും. അത് പുഷ്പമാകാം, അതിൻ്റെ ഇതളുകളാകാം, ഇതെല്ലാം ആകാം. അങ്ങനെ തന്നെയാണല്ലോ അത് സംഭവിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് എത്രമാത്രം സ്വീകാര്യമാണ്? അതുകൊണ്ട് നമ്മൾ ആധുനിക വിജ്ഞാന ശാഖയിൽ എൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് പാരമ്പര്യമായി ഒരുപാട് വിജ്ഞാന പദ്ധതികളും സംഭാവനകളും ഉണ്ടെങ്കിലും ഇന്ന് നമ്മൾ വിജ്ഞാനമെന്ന് കരുതുന്നത് വിജ്ഞാനമാണെങ്കിൽ അതിൽ നമ്മുടെ സംഭാവന വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ തർജ്ജിമ ചെയ്യാൻ പോകുന്നത് വേറെ ആരുടെയോ വിജ്ഞാന പദ്ധതികളെ മലയാളീകരിക്കുന്ന ഒരു പദ്ധതിയായി മാറില്ലേ ഇത് എന്ന ഒരു സന്ദേഹം എനിക്കുണ്ട്. ഇതിന് നമുക്ക് ഒരുപാട് പദങ്ങൾ വെച്ചിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ചർച്ച ചെയ്യാം, പറയാം. അതിൻ്റെ വെല്ലുവിളികളായി നമുക്ക് ഒരുപാട് കാര്യങ്ങളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും.
അപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവമാണ് രാഷ്ട്രം സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ നമ്മുടെ ഫോറിൻ പോളിസിയിൽ ഞങ്ങളിപ്പോൾ ഒരു സംശയമുള്ളൊരു പദമാണ്, നമ്മുടെ ഫോറിൻ പോളിസിയിൽ സ്ട്രാറ്റജിക് ഓട്ടോണമി ആൻഡ് മൾട്ടി അലൈൻമെൻറ്റ്സ് എന്ന് 2 പദങ്ങളുണ്ട്. അത് നമ്മുടെ ഫോറിൻ പോളിസിയുടെ പരമ്പരാഗതമായിട്ടുള്ള യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ആശയമാണത്. സ്ട്രാറ്റജിക് ഓട്ടോണമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആവശ്യമായ ഘട്ടങ്ങളിൽ സ്വതന്ത്രമായ തീരുമാനങ്ങൾ ആരോടും ചോദിക്കാതെ സ്വതന്ത്രമായി എടുക്കുവാനുള്ള അവകാശം, അത് നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇത് സ്ട്രാറ്റജിക് സ്വാതന്ത്ര്യമാണ്. ഇത് രണ്ടും രണ്ടാണ്. ഇനി മൾട്ടി അലൈൻമെൻറ്റ്, ആരോടും എന്തിനും നമുക്ക് സ്വന്തം താല്പര്യം സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് സഹകരിക്കാം. അതൊരു ജനാധിപത്യ രാഷ്ട്രത്തോടാകാം, ഒരു ഏകാധിപത്യ രാഷ്ട്രത്തോടാകാം, ഒരു തത്വനിഷ്ഠതയും ഇല്ലാത്തൊരു രാജ്യത്തോടാകാം. ഇത് നമുക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യം എവിടെയുണ്ട്? മൾട്ടി അലൈൻമെൻറ്റിലുണ്ട്. അതിന് ബഹുമുഖ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യമായി നമുക്ക് വേണമെങ്കിൽ എല്ലാവരും കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ ഭരണ പ്രവർത്തകർക്ക് അതിന് ഒരൊറ്റ വാക്ക് കൊണ്ടുവരാൻ കഴിയുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ മീനിങ് വേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രക്രിയയിലൂടെ നമ്മൾ തനതായ ഞാൻ ഇതിനെ കാണുന്നത് ഒരു തനതായ വിജ്ഞാന പദ്ധതിയുടെ ഒരു വിദേശ നയത്തിൻ്റെ ഒരു തുടക്കമായി വേണമെങ്കിൽ നമുക്കിതിനെ കാണാം. അത് ശരിക്കും പറഞ്ഞാൽ ചേരിചേരാ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തുടർച്ച കൂടിയാണിത്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് നിലവിലെ ലോക സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പരിണാമമായി നമുക്ക് വേണമെങ്കിൽ കാണാം. അങ്ങനെയാകുമ്പോൾ അത് നമ്മുടെ ഒരു ഐഡിയയായി മാറും. അതുപോലെ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തിരഞ്ഞെടുപ്പ് സമ്പ്രദായങ്ങൾ പൊളിറ്റിക്കൽ സയൻസിൽ, നമ്മുടെ രാജ്യം തിരഞ്ഞെടുപ്പിൽ, നമ്മുടെ രാജ്യം ഒരു സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ ജനാധിപത്യത്തിന് ഇവർക്കൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ലോകത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പല 3 ലോക രാഷ്ട്രങ്ങളിലെയും തിരഞ്ഞെടുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കുവാനായിട്ട് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരെ വിടാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടേതായ ചില സമ്പ്രദായങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിജ്ഞാന പദ്ധതി കൂടി ഇതിന് സമാനമായി മുന്നോട്ട് പോകുകയും അത് പാശ്ചാത്യ സംവിധാനങ്ങൾ, ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾ നേരിടുന്നൊരു പ്രശ്നത്തോട് പറയുമ്പോൾ പറഞ്ഞാൽ ഈവൻ മലയാളത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ച് പിന്നെ +2 പഠിക്കുന്നത് മലയാളത്തിലാണ് വിഷയം പഠിക്കുന്നത് എന്ന് ഇങ്ങോട്ട് പഠിച്ചിട്ട് BA-യിലും MA-യുടെയും ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ ആധികാരികമായി പൊളിറ്റിക്കൽ സയൻസ് ഒരൊറ്റ പുസ്തകം മലയാളത്തിലില്ല. പൊളിറ്റിക്കൽ സയൻസിൻ്റെ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ കേരള പൊളിറ്റിക്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന റോബിൻ ജെഫ്രിയും ടീമുകളൊക്കെയാണ്. മലയാളി എഴുതിയ ഒരൊറ്റ പുസ്തകമുള്ളൂ. ശ്രീധര മേനോൻ്റെ കേരള ചരിത്രവും കാര്യങ്ങളുമൊക്കെ അങ്ങനെ കുറച്ചില്ല എന്നല്ല. പിന്നെ കുറച്ച് രാഷ്ട്രീയം കിട്ടുന്നത് തകഴിയുടെ കയറിൽ നിന്നും അല്ലെങ്കിൽ MD-യുടെ അങ്ങനെയുള്ള പുസ്തകങ്ങളിൽ സാമൂഹ്യ വ്യവസ്ഥകളെക്കുറിച്ചും ഉള്ള പരാമർശങ്ങളിലാണ്. അല്ലാതെ ഏത് രാഷ്ട്രമീമാംസ ശാസ്ത്രജ്ഞനാണ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്? എടുത്തു പറയാവുന്ന ആരുമില്ല. അപ്പോൾ ഇവൻ വന്നിട്ട് ഈ പഠിക്കാൻ പോകുന്നു. പൊളിറ്റിക്കൽ സയൻസിൽ ഒരു വലിയ സിദ്ധാന്തമുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു പ്രത്യേക മേഖലയാണ്. അതിൻ്റേതായ തനതായ നിയമങ്ങളുണ്ട്. ഇറ്റ്സ് ആൻ ഒബ്ജക്റ്റീവ് ഫീൽഡ് ആൻഡ് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെയർ മൊറാലിറ്റി ഡസ് നോട്ട് മാറ്റർ. അവിടെ ധാർമ്മികതയ്ക്ക് പ്രാധാന്യമില്ല. നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്തുണ്ട്? സാറ് പറഞ്ഞ പോലെ വെൽഫെയർ ഉണ്ട്, ധാർമ്മികതയുണ്ട്. പക്ഷേ പടിഞ്ഞാറൻ രാഷ്ട്രീയക്കാർ അതിന് റിയലിസം എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു യാഥാർത്ഥ്യവാദം. ഈ യാഥാർത്ഥ്യത്തിൽ രാഷ്ട്രീയത്തിൽ മൊറാലിറ്റി ഇല്ല, ധാർമ്മികതയില്ല. നമുക്കെന്തുണ്ട്? ഇതുണ്ട്. ഇതിനെ നമ്മളെങ്ങനെ മനസ്സിലാക്കി കൊടുക്കും ഈ കുട്ടിക്ക്? മലയാളത്തിൽ പഠിച്ചിട്ട് എൻ്റെ വിചാരം സത്യം, റിയൽ സത്യം, ട്രൂത്ത്. പക്ഷേ ഇത് സംഭവം വേറെയാണ്. അപ്പം ഞാൻ ക്ലാസ്സിൽ പറയുന്നത് പൊളിറ്റിക്സിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. രാഷ്ട്രീയത്തിലെ വ്യവഹാരങ്ങൾക്കും ബിഹേവിയറൽ പാറ്റേൺസിനും അനുക്രമങ്ങൾക്കും. ഇപ്പോൾ റെഗുലാരിറ്റി എന്ന വാക്കിന് ഒരു കൃത്യം മലയാളം കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. എന്താണ് റെഗുലാരിറ്റി? ബിഹേവിയറൽ റെഗുലാരിറ്റീസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്താണ് സംഭവം? അത് വേണമെങ്കിൽ അനുക്രമം എന്ന് പറയാം കുറച്ചൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റിലൂടെ ഉണ്ടാക്കി വന്നിരിക്കുന്ന ഒരു പ്രത്യേക രീതിയിൽ ശീലങ്ങളിലൂടെയൊക്കെ വന്നിട്ടുള്ള ഒരു പ്രവർത്തനം, അതിനെയാണല്ലോ നമ്മൾ ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിന് എന്ത് ഉദാഹരണം കൊടുക്കും? ഇപ്പോൾ നമ്മൾ ധാർമ്മികതയില്ലാത്ത രാഷ്ട്രീയത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ രാഷ്ട്രീയത്തിൽ ധാർമ്മികത ഇല്ലാത്തതാണ് അതിൻ്റെ റിയലിസം എന്ന് പറയുന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഞാൻ ക്ലാസ്സിൽ പറയാറുള്ള ഉദാഹരണം പെട്ടെന്ന് മനസ്സിലാവുന്നത്, പാലക്കാട് തിരഞ്ഞെടുപ്പിൽ സന്ദീപ് വാര്യർ പെട്ടെന്ന് കോൺഗ്രസ്സായി, സരിൻ പെട്ടെന്ന് LDF ആയി. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ സാധ്യമാണ്. നമ്മൾ ധാർമ്മികതയുടെ ഒരു അളവുകോൽ വെച്ചാൽ ഇത് വ്യക്തി ജീവിതത്തിൽ പറ്റുമോ? ഇല്ല. നമ്മുടെ ധാർമ്മിക സങ്കല്പങ്ങൾക്ക് ഇത് പറ്റുമോ? പക്ഷേ ഇതെവിടെ പറ്റും? പൊളിറ്റിക്സിൽ പറ്റും. പൊളിറ്റിക്സ് അത് അബ്സല്യൂട്ട്ലി ഫൈനാണ്. അതാണ് പൊളിറ്റിക്സ്. പൊളിറ്റിക്സിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അതൊരു ഒബ്ജക്റ്റീവ് ഫീൽഡാണ്. നിങ്ങളുടെ ധാർമ്മികതയോ നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ. പൊളിറ്റിക്സ് ഈസ് എ സ്ട്രഗിൾ ഫോർ പവർ. നാഷണൽ പൊളിറ്റിക്സ് ഈസ് എ സ്ട്രഗിൾ ഫോർ പവർ. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ഈസ് ഓൾസോ എ സ്ട്രഗിൾ ഫോർ പവർ. എങ്ങനെയാണ് ഇസ്രായേലിന് 70,000 പേരെ കൊന്നതിന് ശേഷം ഇനി യുദ്ധം ചെയ്യുമെന്ന് പറയാൻ കഴിയുന്നത്?
അത് രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്. ഇതാണ് അതിൻ്റെ ലോജിക്ക്. അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളിലൂടെ ചേർന്ന് കിടക്കുന്നതാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദാവലി നിർമ്മാണം എന്നെ സംബന്ധിച്ചിടത്തോളം സാങ്കേതിക ഒരു പ്രക്രിയയാണ്. പദാവലിയാണ് ആവശ്യമെങ്കിൽ അത് എളുപ്പമാണ്. അതിന് നമുക്ക് വിദഗ്ധരായിട്ടുള്ള ഒട്ടനവധി ആൾക്കാരുണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ മിക്കവാറും വാക്കുകൾക്ക് 5-6 പര്യായങ്ങളോ അർത്ഥങ്ങളോ എനിക്ക് കിട്ടും. ചിലതിനൊക്കെ കിട്ടാതുള്ളൂ. അത് സാറ് പറഞ്ഞ പോലെ നമുക്ക് സൃഷ്ടിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ ഒരു പര്യായവും കുറച്ച് നമ്മുടെ പുരാണത്തിലേക്കും നമ്മുടെ പഴയ ഗ്രന്ഥങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, നാട്ടറിവുകളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. പക്ഷേ ഈ പറഞ്ഞ എനിക്കതുകൊണ്ട് ശ്രീകാന്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, ആദ്യത്തെ ചോദ്യം നമുക്ക് പറ്റിയതാണോ? രണ്ടാമത്തത്, അതിൽ നിന്നല്ലേ ബാക്കി തടസ്സങ്ങളെല്ലാം നിലനിൽക്കുന്നത്. ബാക്കി തടസ്സം ഒറ്റ ബുക്കില്ല പൊളിറ്റിക്കൽ സയൻസിൻ്റെ. ആകപ്പാടെ കുറച്ച് ഗൈഡുകൾ മാത്രമേ ഉള്ളൂ. അത് ഇതിൻ്റെ ടെക്നിക്കൽ ഒരു പരിധി വരെയുള്ള ടെക്നിക്കൽ ട്രാൻസ്ലേഷനാണ്. പിന്നെ ഈ കൾച്ചറൽ ഡിഫറൻസസ് ഞാൻ ഈ സൂചിപ്പിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ്. ആധുനിക രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്കില്ലാതെ അതൊരു സുപ്രഭാതത്തിൽ സ്വീകരിച്ച നമ്മൾ എങ്ങനെയാണ് ആ രാഷ്ട്രത്തെക്കുറിച്ചുള്ള തന്ത്രം പഠിപ്പിക്കുമ്പോൾ കുറച്ച് സാങ്കേതിക പദങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിച്ച് സൃഷ്ടിച്ചുകൊണ്ട് ഒരു വിജ്ഞാന പദ്ധതിക്ക് രൂപം കൊടുക്കാൻ കഴിയുക എന്നുള്ള വലിയ പ്രശ്നം നമുക്ക് ഇവിടെ ഉണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ബയസ് നമ്മുടെ രാഷ്ട്രമീമാംസയിൽ, ഞാൻ മറ്റ് സോഷ്യൽ സയൻസുകളെക്കുറിച്ച് പറയാത്തതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പൊളിറ്റിക്കൽ ബയസ്, ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ റൈറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ, ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം പുരോഗമനമാണ്. കേരളത്തിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ എല്ലാം പുരോഗമനപരമാണ്. റൈറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാം വേറെ ഒരു റാഡിക്കൽ സ്വഭാവമുള്ള സംഭവമായിട്ട് മാറും. അപ്പം ലെഫ്റ്റിന് നമ്മൾ കൽപ്പിക്കേണ്ടതിലധികം പോസിറ്റീവ് കാഴ്ചപ്പാട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതുപോലെ തന്നെ ചില റൈറ്റിസ്റ്റ് ചിന്തകളെ അത് നമ്മളെ വല്ലാതെ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തും എന്നുള്ള വാദവുമുണ്ട്. അപ്പം നമ്മൾ ഈ ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സെൻറ്റർ റൈറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എങ്ങനെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ശരിയായ അർത്ഥത്തിൽ പകർന്നു കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള പദനിർമ്മാണം സാധ്യമാണ്. പൊളിറ്റിക്കൽ ബയസ് എല്ലാ സൊസൈറ്റിയുടെയും പ്രശ്നമാണ്, അല്ലേ? ഏത് സൊസൈറ്റിയാണ് ആ സമയത്ത് അവിടെ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഹെജിമണിക്കായിട്ടുള്ള രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നടക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങൾക്ക് അതീതമായി അല്ലെങ്കിൽ അതിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നുകൊണ്ട് വളരെ നിഷ്പക്ഷമായി പദനിർമ്മാണമോ വിജ്ഞാന നിർമ്മാണമോ സാധ്യമാകുമോ എന്നത് പൊളിറ്റിക്കൽ സയൻസിലെ ഒരു വലിയ പ്രശ്നമാണ്. പല വാക്കുകളുടെയും അർത്ഥം നഷ്ടപ്പെട്ടു പോവുകയും അതിനാവശ്യമില്ലാത്ത അർത്ഥം കൊടുക്കുകയും ചെയ്തത് ഈ അധികാര ഘടനയുടെ ഭാഗമായി നിന്നുകൊണ്ട് പദനിർമ്മാണം നടത്തുന്നതിൽ ഉള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നമാണ് പൊളിറ്റിക്കൽ തിയറി വരുമ്പോഴാണ്. പൊളിറ്റിക്കൽ തിയറി വരുമ്പം നമ്മൾ സാറ് പറഞ്ഞല്ലോ, ഒരു സമൂഹത്തിൽ നിന്ന് സാംശീകരിച്ചെടുത്ത അറിവുകളെയും ബോധ്യങ്ങളെയും സങ്കല്പങ്ങളും മറ്റുമാക്കി മാറ്റിയതിന് ശേഷമുണ്ടാകുന്ന ഒരു ഇൻസൈറ്റാണ്, ഒരു വിസ്ഡമാണ് ഈ നോളജ് എന്ന് പറയുന്ന തലത്തിലേക്ക് വരേണ്ടത്. ഈ പ്രക്രിയയിലൊന്നും കടന്നു പോകാതെയാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ജനാധിപത്യം യൂറോപ്പിൽ വരുന്നത് 14-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്ന കുറേയധികം വിപ്ലവങ്ങളുടെ ഭാഗമായി ഇന്ന് കാണുന്ന ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് പ്രാധാന്യം വരുന്നത്, അതിനെക്കുറിച്ച് അവർ പറയുന്നത് വെൻ ദേ സെഡ് നോ ടു കിങ് ആൻഡ് പോപ്പ്, രാജാവിനോടും പോപ്പിനോടും നോ പറഞ്ഞപ്പോഴാണ് അവിടെ ജനങ്ങൾ പ്രസക്തരായത്. അതിൽ നിന്നിൻ്റെ ഭാഗമായിട്ടും കൂടിയാണ് ജനാധിപത്യം വന്നത്. നമ്മൾ ആ തരത്തിലുള്ള പ്രക്രിയയിലൂടെ ഒന്നും പോകാതെ ബ്രിട്ടീഷുകാർ പോയപ്പോൾ പറഞ്ഞു ഇതാണ് ഏറ്റവും നല്ല സംവിധാനം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജനാധിപത്യം തന്നു. നമ്മളെ പ്രഖ്യാപിച്ചു നമ്മൾ തുല്യരാണ്, സമന്മാരാണ്, ഇവിടെ നീതിയുണ്ടെന്ന്. ഇന്നും ആദിവാസികൾ ഇറങ്ങി സമരം ചെയ്യുക ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതെന്ത് നീതിയാണ്? അപ്പോൾ ഒരു സമൂഹം അതിനു വേണ്ടിയിട്ട് തയ്യാറായില്ല എങ്കിൽ ആ തയ്യാറാകുന്ന ഒരു സാമൂഹിക പ്രക്രിയയും ഒരു ക്ഷേമ പദ്ധതികളും ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ഭാഷാനിർമ്മിതിയുടെ ഭാഗമായി വരാതിരുന്നാൽ, സംഭവിക്കുന്നില്ലെങ്കിൽ അവിടെ പദനിർമ്മാണം കൊണ്ട് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നേടാൻ കഴിയും എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പല ഭാഷകളിൽ ഇരിക്കുന്നവരുണ്ട്, ഇല്ലുണ്ടല്ലോ. ഈ പറയുന്ന പകുതിയും നമ്മുടെ ആന്ധ്രാപ്രദേശിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഉള്ളവർക്ക് മനസ്സിലാവാറില്ല. അപ്പം നേറ്റീവ് അല്ലാത്ത ആൾക്കാർ
ഇവിടെ വന്ന് സംഭവിക്കുമ്പോൾ അത്തരത്തിലുള്ള ഇഷ്യൂസിനെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? ടീച്ചിങ് മെത്തേഡ്സിൽ എങ്ങനെയാണ് ഇതിനെ നമ്മൾ കൊണ്ടുവരിക? നമ്മളിത് ഞാൻ അതിൻ്റെ ഒന്നും ഉദാഹരണം പറയുന്നില്ല, സാർ ഇവിടെ എനിക്കറിയാം, പിന്നെ സമയം നമുക്ക് കുറവുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ, പിന്നെ കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ചർച്ചയാണ് നടക്കുന്നത്? കേരളത്തിലെ അന്തിച്ചർച്ചകളിൽ നടക്കുന്നതാണോ രാഷ്ട്രീയം? അതോ അത് കുറച്ചുകൂടെ ക്രിയാത്മകമായി നമ്മൾ നടത്തണമോ? അങ്ങനെ നടത്തിയാൽ മാത്രമല്ലേ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു വിജ്ഞാനം, ഒരു ബോധ്യം, ഒരു അറിവ് ഒക്കെ അതിൽ ഷെയർ ചെയ്യപ്പെടുത്തുള്ളൂ. ഇതും ഒരു പ്രശ്നമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മറ്റൊരു ഭാഷയിൽ മറ്റൊരു പ്രദേശത്തുണ്ടായിട്ടുള്ള ഒരു വിജ്ഞാനത്തെ വേറൊരു പ്രദേശത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരിക്കലും വിജ്ഞാനമാവില്ല, ആ സമൂഹത്തിൻ്റെ ഭാഗമാവില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇക്വാളിറ്റിയുടെ ജനാധിപത്യത്തിൽ പറയുന്ന ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് റൈറ്റ് ടു വോട്ടാണ്. ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും മൂല്യം ഒന്നാണ്, എല്ലാവർക്കും ഒരു വോട്ടാണ്. അത് ഇല്ലാതിരുന്ന ഒന്നായിരുന്നു. കാരണം വോട്ട് പണ്ടുണ്ടായിരുന്നത്, അപ്പോൾ ഗ്രീക്ക് സൊസൈറ്റിയിലാണെങ്കിലും നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ വോട്ടിംഗ് വരെ വെയ്റ്റഡ് വോട്ടേജ് ആയിരുന്നു. പ്രോപ്പർട്ടി, സമ്പത്ത്, ജെൻഡർ, ഇതെല്ലാം അതിൻ്റെ ഘടകങ്ങളായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ വോട്ടിങ്ങിൻ്റെ വെജിറ്റയിലും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതില്ലാതാക്കിയത് ഒരാൾക്കൊരു വോട്ടാണ്, എല്ലാവരും തുല്യന്മാരായത്. പക്ഷേ ഇന്ത്യയിൽ അത് കൊണ്ടുവന്ന് നമ്മൾ സ്ഥാപിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ വോട്ടിൻ്റെ ബേസിൽ നമ്മൾ സംഘടിച്ചാൽ നമുക്ക് അധികാരം പിടിക്കാം. അപ്പോൾ ഒരു സമത്വത്തിൻ്റെ ഒരു പ്രാക്ടീസിങ് മെത്തേഡായിട്ട് കൊണ്ടുവന്ന ഒരു സാധനത്തെ അവർ ഒന്നിച്ച്, ഒരു വിഭാഗം, ഞാൻ ഏത് വിഭാഗം എന്നല്ല, എല്ലാവരും അതിൻ്റെ അകത്ത് ഭാഗം ഒന്നിച്ച് നിന്നുകൊണ്ട് എന്ത് ചെയ്തു? അധികാരത്തിൽ വരാനുള്ള, ഒരു വിഭാഗത്തിന് അധികാരത്തിൽ വരാനുള്ള ഒരു മാർഗമായി മാറി. അപ്പം എന്നിട്ട് ആ വിഭാഗം അധികാരത്തിൽ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? അവർക്ക് വേണ്ടി മാത്രമായി വെൽഫെയർ മെഷേഴ്സ് അല്ലെങ്കിൽ ചില സമ്പത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനിലൊക്കെ ആ വ്യത്യാസം കടന്നുകൂടി. അപ്പോൾ ഇങ്ങനെയുള്ളൊക്കെയുള്ള സാഹചര്യങ്ങളുള്ളപ്പോൾ ഇത് വളരെ പ്രോബ്ലമാറ്റിക്കാണ്, ഇത് വളരെ പ്രശ്നസങ്കീർണമാണ്. ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഈ വർക്ക്ഷോപ്പുകളിലൊക്കെ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും. എങ്കിൽ മാത്രമേ നമ്മൾ ഈ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ എന്താണോ നമ്മൾ അതുകൊണ്ട് വീക്ഷിക്കുന്നത്. ഞാനിത് പറയാൻ കാര്യം സാറ് സൂചിപ്പിച്ചതുമായി ചേർന്ന് നിൽക്കുന്നതാണ് ഞാൻ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു പ്രതലത്തിൽ നിന്നുകൊണ്ട് ഇതിനെ കണ്ടാൽ മാത്രമേ ഈ പദനിർമ്മാണത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി സാക്ഷാത്കരിക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.